ഹലോ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മളെ ഈ PDF ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡിപ്രീസിയേഷൻ, എന്താണ് നീഡ് ഫോർ കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ, അതുപോലെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം നമുക്ക് എന്താണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ: As per Companies Act 2013, depreciation is the systematic allocation of the depreciable amount of an asset over its useful life. The depreciable amount of an asset is the cost of asset or other amount substituted for cost less its residual value. അപ്പം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ഡിപ്രീസിയബിൾ എമൗണ്ട് ഓഫ് എൻ അസെറ്റ്. ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയബിൾ എമൗണ്ടിനെ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഡിപ്രീസിയബിൾ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ മേലെയാണ്. കോസ്റ്റ് മൈനസ് റെസിഡ്വൽ വാല്യൂ. റെസിഡ്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആക്രി വില, തുരുമ്പ് വില എന്നൊക്കെ പറയും. അതായത് അവസാനം നമുക്ക് അസറ്റ് വിറ്റാൽ കിട്ടുന്ന പൈസയാണ് റെസിഡ്വൽ വാല്യൂ. കോസ്റ്റിൽ നിന്ന് റെസിഡ്വൽ വാല്യൂ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, അതിൻ്റെ മേലെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം എന്താണ് ഡിപ്രീസിയേഷൻ്റെ മീനിങ്. Depreciation refers to two aspects: decrease in the value of asset and allocation of cost of asset to the useful life of asset. അപ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിൻ്റെ വില കുറയാം. രണ്ടാമത്തത് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് അസറ്റ് ടു ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. നമ്മുടെ അസറ്റിൻ്റെ വിലയാണ് കോസ്റ്റ് ഓഫ് അസറ്റിനെ യൂസ്ഫുൾ ലൈഫിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഡിപ്രീസിയേഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ അലൗസ് എ പോർഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് എ ഫിക്സഡ് അസറ്റ് ടു ദ റവന്യൂ ജനറേറ്റഡ് ബൈ ദ ഫിക്സഡ് അസറ്റ്. This is mandatory under the matching principle as revenue are recorded with their associated expenses in the accounting period when the asset is in the use. This helps in getting a complete picture of the revenue generation transaction. അപ്പം നമ്മൾ അസറ്റ് യൂസ് ചെയ്തിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന, അതുപോലെ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്ന, ഇത് രണ്ടും ഒരേപോലെ വന്ന് ഇത് രണ്ടും മാച്ച് ചെയ്യുക എന്നുള്ളതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. എക്സാമ്പിൾ നോക്കാം. An example of depreciation: if a delivery truck is purchased by a company with a cost of rupees 1 lakh and the expected usage of the truck is 5 years, the business might depreciate the asset under depreciation expenses as 20,000 every year for a period of 5 years. അപ്പോൾ അസറ്റിൻ്റെ വില എന്ന് പറയുന്നത് 1,00,000ആണ്. റെസിഡ്വൽ വാല്യൂ തന്നിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? 1,00,000 ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്, അസറ്റിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. 1 lakh ഡിവൈഡഡ് ബൈ 5, 20,000 ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടുക. ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ 20,000. ഇനി ഡിപ്രീസിയേഷൻ മീൻസ് fall in book value of depreciable fixed asset because of wear and tear, passage or effects of time, obsolescence, accident. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അസറ്റിൻ്റെ ബുക്ക് വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവാണ്. 4 കാരണം കൊണ്ടാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. ഒന്നാമത്തത് വിയർ ആൻഡ് ടിയർ ഓഫ് ദ അസറ്റ്, നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്നത് കാരണം. 2, പാസേജ് ഓഫ് ടൈം, സമയം കാരണം. നമ്മൾ കുറേ കാലം ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അസറ്റിൻ്റെ വാല്യൂ കുറയും. 3, ഒബ്സോളിസൻസ്. ഒബ്സോളിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ് കഴിഞ്ഞു പോവുക, കാലപ്പഴക്കം ഉണ്ടാവുക. 4, ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് നമ്മുടെ അസറ്റിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുന്ന സമയത്തും അസറ്റിൻ്റെ മൂല്യം കുറയുന്നു. ഈ 4 സാഹചര്യങ്ങളിലാണ് ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നത്, അതായത് അസറ്റിൻ്റെ ബുക്ക് വാല്യൂ കുറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ദ നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ആർ ആസ് ഗിവൺ ബിലോ. ഒന്നാമത്തെ നീഡ് എന്താ? ടു അസർട്ടൈൻ ദ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിപ്രീസിയേഷനും കൂടെ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമ്മുടെ എക്സ്പെൻസാണ്, അതും കൂടെ ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
Correct profit or loss can be ascertained when all the expenses and losses incurred for earning revenue are charged to profit and loss account. Assets are used for earning revenue and its cost is charged in form of depreciation from profit and loss account. അപ്പോൾ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഇൻകം റെക്കോർഡ് ചെയ്യണം, എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം. ഈ ഒരു അസറ്റ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഇൻകം റെക്കോർഡ് ചെയ്യണം, ഈ അസറ്റ് ഉപയോഗിക്കാൻ നമുക്ക് വരുന്ന എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആദ്യത്തെ നീഡാണ് ടു അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. രണ്ടാമത്തെ നീഡാണ് ടു ഷോ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഇഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചാർജ്ഡ്, അസറ്റ് വിൽ ബി ഷോൺ അറ്റ് ഹയർ വാല്യൂ ദാൻ ദെയർ ആക്ച്വൽ വാല്യൂ ഇൻ ദ ബാലൻസ് ഷീറ്റ്. Consequently, the balance sheet will not reflect true and fair view of financial statement. അപ്പം നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാലൻസ് ഷീറ്റിൻ്റെ കാര്യത്തിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ചാർജ് ചെയ്താൽ മാത്രമേ അസറ്റിൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ഹയർ വാല്യൂവിലാണ് കാണിക്കുക. അത് തെറ്റായിട്ടുള്ള വിവരമാണ്. ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് കിട്ടുന്ന അസറ്റ് വാല്യൂവിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മൂന്നാമത്തേത് എന്താ? To ascertain the accurate cost of production. Depreciation on the asset which are engaged in production is included in the cost of production. If depreciation is not charged, the cost of production is underestimated, which will lead to low selling price and thus lead to low profit. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമാണ് ഡിപ്രീസിയേഷൻ. കാരണം നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഡയറക്റ്റ് കോസ്റ്റാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളെ സെല്ലിംഗ് പ്രൈസ് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റും കുറവായിരിക്കും. ഇനി നാലാമത്തെ നീഡ് എന്താ? ടു പ്രൊവൈഡ് ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. Unlike other expenses, depreciation is non-cash expense. So, the amount of depreciation debited to the profit and loss account will be retained in the business. These funds will be available for replacement of fixed asset when its useful life ends. നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന ഫണ്ടല്ല, നമ്മളെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുന്ന എമൗണ്ടാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നത്? ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അസറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള പൈസ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടിൽ നിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് മാറ്റി വെക്കുന്ന എമൗണ്ടാണ് ഡിപ്രീസിയേഷൻ. അടുത്ത നീഡ് എന്താ? ടു മീറ്റ് ലീഗൽ റിക്വയർമെൻറ്റ്. ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് ആൻഡ് ഇൻകം ടാക്സ് ആക്ട് ഇറ്റ് ഈസ് നെസസറി ടു ചാർജ് ഡിപ്രീസിയേഷൻ. നമ്മൾ ലീഗൽ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ലീഗൽ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. ഇത്രയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ നീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. കോസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടേമിനെ ഒന്നും കൂടെ വലുതാക്കി പറയുന്നതാണ് ഇവിടെ. ഒന്നാമത്തത് യൂസ് ഓഫ് അസറ്റ്. Because of the constant use of the fixed asset, there exists a normal wear and tear which leads to fall in the value of the asset. അപ്പോൾ ഒന്നാമത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം അസറ്റിൻ്റെ വാല്യൂ കുറയുന്നു. രണ്ടാമത്തത് പാസേജ് ഓഫ് ടൈം. Whether assets are used or not, with the passage of time, its effective life will decrease. നമ്മൾ വാങ്ങുന്ന വില 2 കൊല്ലം കഴിഞ്ഞാൽ അസറ്റിന് ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അസറ്റിൻ്റെ വാല്യൂ കുറയുക തന്നെ ചെയ്യും. പാസേജ് ഓഫ് ടൈമിന് ഡിപ്രീസിയേഷൻ്റെ മേലെ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ മേലെ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. മൂന്നാമത്തത് ഒബ്സോൾസൻസ്. Because of new technologies, innovation and inventions, assets purchased currently may become outdated later, which leads to the obsolescence of the fixed asset. ഒബ്സോളിസൻസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി മാറുന്നത് കാരണം അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാകുന്നത് കാരണം നമ്മൾ അസറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെടുക. അങ്ങനൊരു സാഹചര്യം ഇന്നത്തെ കാലത്ത് കൂടുതലാണ്, കാരണം കോമ്പറ്റീറ്റീവ് വേൾഡ് ആയതുകൊണ്ട് തന്നെ. നാലാമത്തത് ആക്സിഡൻറ്റ്. An asset may lose its value due to
mishaps such as fire accident, theft, or by natural calamities, and they are permanent in nature. ആക്സിഡൻറ്റുകൾ കാരണം നമ്മളെ അസറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെടുക. ഒന്നെങ്കിൽ നമ്മളെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ്, അത് കാരണം നമ്മളെ അസറ്റിൻ്റെ വാല്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. 3 ഫാക്ടേഴ്സാണ് ഉള്ളത്. ആദ്യത്തെ ഫാക്ടറാണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്. The total cost of an asset is taken into consideration for ascertaining the amount of depreciation. The total cost of asset includes all expenses incurred up to the point the asset is ready for use, like freight expenses and installation charge. ആദ്യത്തെ ഫാക്ടറാണ് ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒറിജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ കോസ്റ്റ്. അസറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവരെയുള്ള എല്ലാ കോസ്റ്റും ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റിലാണ് വരിക. അപ്പോൾ അസറ്റ് വാങ്ങാൻ വന്ന കോസ്റ്റ്, ആ ഒരു അസറ്റിന് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് എത്തിക്കാൻ വന്ന ഫ്രൈറ്റ് ചാർജസ്, അതുപോലെ ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ കൂട്ടിയാലാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടുക. ടോട്ടൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് ഫ്രൈറ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ചാർജസ്. രണ്ടാമത്തെ ഫാക്ടറാണ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. എവറി അസറ്റ് ഹാസ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് അതർ ദാൻ ഇറ്റ്സ് ഫിസിക്കൽ ലൈഫ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ആൻഡ് യൂണിറ്റ്സ് യൂസ്ഡ് ബൈ എ ബിസിനസ്. ദ അസറ്റ് മേ എക്സിസ്റ്റ് ഫിസിക്കലി ബട്ട് മേ നോട്ട് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. For example, an asset is likely to lose its useful value within 15 years. Its useful life, that is, life of purpose of accounting, should be considered as only 50 years. ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ട് എത്ര കൊല്ലം അസറ്റിനെ ഉപയോഗിക്കുന്നു അതിനാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയാം. നമ്മൾ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാലും അസറ്റ് നമ്മൾ ഓർഗനൈസേഷനിൽ തന്നെ ഉണ്ടാവും, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു അസറ്റിൻ്റെ ഒരു പീരീഡ് ഓഫ് യൂസ് എന്ന് പറയുന്നത് 15 വർഷമാണെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് 15 വർഷമായിരിക്കും. അതിനുശേഷം അസറ്റ് ഉപയോഗിക്കാനോ അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനോ നമുക്ക് കഴിയില്ല. മൂന്നാമത്തെ ഫാക്ടറാണ് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ആൻ അസറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് from the total cost of an asset and the difference is written off over the useful life of the asset. For example, furniture acquired at 1,30,000, its useful life is estimated to be 10 years and its estimated scrap value 10,000. So, depreciation is computed as 1,30,000 minus 10,000 divided by 10, that is 12,000. എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. അതായത് ഒരു അസറ്റ് വിറ്റാൽ നമുക്ക് കിട്ടുന്ന പൈസനാണ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ആക്രി വിലയ്ക്ക് വിൽക്കില്ല, ആ ഒരു എമൗണ്ടാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റിന് സ്ക്രാപ്പ് വാല്യൂ കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിനെ യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം 3 ഫാക്ടേഴ്സാണ് ഡിപ്രീസിയേഷൻ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസെറ്റ്, 2 എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്, മൂന്നാമത്തത് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. അടുത്ത ടോപ്പിക്കാണ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. നമ്മളെങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക? As per Companies Act 2030, based on useful life of asset, the 2 methods of depreciation are straight line method and written down value method. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രധാനപ്പെട്ട 2 മെത്തേഡുകളാണുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, 2 റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ഡിമിനിഷിങ് ബാലൻസ് ഓൺ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പം ആദ്യത്തെ മെത്തേഡായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ഒറിജിനൽ കോസ്റ്റിൻ്റെ മേലെ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ചാർജ് ചെയ്യുക. ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിൽ നമ്മളെ ഓർഗനൈസേഷനിലെ അസറ്റിൻ്റെ ബുക്ക് വാല്യൂൻ്റെ മേലെ ഡിമിനിഷിങ് റേറ്റിലാണ് ചാർജ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ആദ്യത്തെ മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. According to this method, a fixed and equal amount is charged as depreciation for every accounting period during the lifetime of an asset. This amount is based on the assumption of equal usage of time over an asset's entire useful life. Hence, the amount of depreciation is the same
ഫ്രം പീരീഡ് ടു പീരീഡ് ഓവർ ദ ലൈഫ് ഓഫ് ദ അസറ്റ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ എല്ലാ കൊല്ലം ഒരേ എമൗണ്ടാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ആദ്യത്തെ കൊല്ലം നമ്മൾ ഇപ്പോൾ 1,00,000 രൂപേൻ്റെ ഒരു അസറ്റ് ആണെങ്കിൽ 5% ഡിപ്രീസിയേഷൻ, 1,00,000 ഇൻറ്റു 5/100 ചെയ്തിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യും. ആ ഒരു എമൗണ്ടാണ് നമ്മൾ എല്ലാ കൊല്ലവും അസറ്റിൻ്റെ മേലെ ചാർജ് ചെയ്യുക. ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഈ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ കൊല്ലവും അസറ്റ് ഒരേപോലെയല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ഒരേപോലെ ചാർജ് ചെയ്യുന്നു. ഈ ഒരു അസംഷനിലാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. Depreciation amount can be calculated by using the following formula. If the asset has a residual value at the end of useful life, the amount to be written off every year is as follows. Residual value ഉണ്ടെങ്കിലുള്ള കേസാണ് പറയുന്നത്. Depreciation is equal to cost of asset minus estimated net residual value divided by number of years of expected life. അപ്പം അസറ്റ് വാങ്ങാൻ നമുക്ക് ഇൻകർ ചെയ്ത കോസ്റ്റ്, അതിൽ നിന്ന് റെസിഡ്വൽ വാല്യൂ കുറയ്ക്കുക, അതായത് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കുറച്ചിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ്, യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് സെയിം ആണ്, എല്ലാ കൊല്ലം നമ്മൾ ഒരേ എമൗണ്ടാണ് ചാർജ് ചെയ്യുക. If the annual depreciation amount is given, then we can calculate the rate of depreciation as follows. Rate of depreciation is equal to annual depreciation amount divided by cost of asset into 100. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുക? ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട്, ഒരു കൊല്ലത്തെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 100 ചെയ്താൽ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് 4 എണ്ണമാണുള്ളത്. ഒന്നാമത്തേത് എന്താ? സിമ്പിൾ ടു കാൽക്കുലേറ്റ് ദ ഡിപ്രീസിയേഷൻ എമൗണ്ട്. എല്ലാ കൊല്ലം ഒരേ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ കൊല്ലം കമ്പ്യൂട്ട് ചെയ്താൽ പിന്നെ എപ്പോഴെപ്പോഴും കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സിമ്പിൾ ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ എമൗണ്ട്. രണ്ടാമത്തത് അസറ്റ് ക്യാൻ ബി ഡിപ്രീസിയേറ്റഡ് അപ് ടു ദ എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ. നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ വരെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തെന്നുള്ളത് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫാണ്. ആർക്ക് വേണമെങ്കിലും മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റാണ്. അക്കൗണ്ടിങ് അറിയാവുന്ന ആൾക്കാർക്കും അറിയാത്ത ആൾക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നാലാമത്തത് എവറി ഇയർ ദ സെയിം എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് ഡെബിറ്റഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഹെൻസ് ദ എഫക്റ്റ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ റിമെയിൻ ദ സെയിം. എല്ലാ കൊല്ലം നമ്മൾ ഒരേ എമൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മേലെയുള്ള ഇമ്പാക്റ്റ് സെയിം ആയിരിക്കും. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചാലുള്ള ഗുണങ്ങൾ. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നോക്കാം. ഒന്നാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ അസറ്റ് നോട്ട് പ്രൊവൈഡഡ് ഇൻ ദിസ് മെത്തേഡ്. നമ്മൾ അസറ്റിൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നമുക്ക് ഇൻട്രസ്റ്റ് അവൈലബിൾ അല്ല. രണ്ടാമത്തത് ഓവർ ദ ഇയേഴ്സ് ദ വർക്ക് എഫിഷ്യൻസി ഓഫ് അസറ്റ് ഡിക്രീസസ് ആൻഡ് റിപ്പയർ എക്സ്പെൻസസ് ഇൻക്രീസസ്. ദെർഫോർ ദർ ഈസ് എ ബേർഡൻ ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ അസറ്റ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ കൊല്ലം കഴിയുന്തോറും അസറ്റിൻ്റെ എഫിഷ്യൻസി കുറയുകയും ചെയ്യും, റിപ്പയറിനുള്ള ചാർജ് കൂടുകയും ചെയ്യും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ റിപ്പയേഴ്സിന് ഒരു അഡീഷണൽ എമൗണ്ട് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ കൊല്ലം ഒരേ എമൗണ്ടാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷനും റിപ്പയേഴ്സും കൂടെ വരുന്ന സമയത്ത് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മേലെ അതൊരു ബേർഡനായിട്ട് വരും. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ് ബിക്കം 0 ബട്ട് സ്റ്റിൽ ദ അസറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ബിസിനസ്. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിസിലാണ്. യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാലും ചിലർ ബിസിനസ്സിൽ ഈ ഒരു അസറ്റ് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പം ബുക്ക് വാല്യൂ 0 ആയി കഴിഞ്ഞാലും നമ്മൾ ബിസിനസ്സിൽ അസറ്റ് യൂസ് ചെയ്യുന്നുള്ളതാണ് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം, റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് depreciation is charged on the book value of asset and the amount of depreciation reduces year after year.
It implies that a fixed rate on the written down value of asset is charged as depreciation every year over the expected useful life of the asset. The rate of depreciation is applicable to the book value but not to the cost of asset. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ മേലെയാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക അസറ്റിൻ്റെ ബുക്ക് വാല്യൂവിൻ്റെ മേലെയാണ്. നമ്മൾ ബുക്ക് വാല്യൂവിൻ്റെ മേലെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യും. ഓവറോൾ ദ യൂസ്ഫുൾ ലൈഫ് നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കൊല്ലം കഴിയുന്തോറും ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. Rate of depreciation can be ascertained on the basis of cost, scrap value and useful life of the asset as follows. R is the rate of depreciation in percent, N is the useful life of asset, S is the scrap value at the end of useful life and C is the cost of the asset. നമ്മൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന മാതിരി കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഒരു റേറ്റ് ബുക്ക് വാല്യൂവിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The written down value method or the diminishing balance method of depreciation is based on the following assumptions. Written down value methodന്റെ വേറെ പേരാണ് diminishing balance method. രണ്ട് assumptions ആണുള്ളത്. ഒന്നാമത്തത് the service potential of an asset gradually reduces with the passage of time. ഒരു അസറ്റിൻ്റെ സർവീസ് പൊട്ടൻഷ്യൽ വർഷങ്ങൾ കഴിയുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ് ആദ്യത്തെ അസംഷൻ. രണ്ടാമത്തത് ആസ് ആൻ അസറ്റ് ബിക്കംസ് ഓൾഡ് ദ കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് റിലേറ്റഡ് ടു ദാറ്റ് അസറ്റ് ഗ്രാജുവലി ഇൻക്രീസസ്. കൊല്ലം കഴിയുന്തോറും ഓരോ അസറ്റിൻ്റെ മേലുള്ള റിപ്പയേഴ്സിൻ്റെ ചാർജ് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ രണ്ട് അസംഷൻസ് ആണുള്ളത്. ഒന്ന് അസറ്റിൻ്റെ സർവീസ് പൊട്ടൻഷ്യൽ കുറയും, രണ്ട് ഒരു അസറ്റിൻ്റെ മേലുള്ള റിപ്പയർ ചാർജസ് കൂടി വരും. The written down value method of depreciation can be applied for an asset requiring more repairs in later years and whose working life cannot be reasonably estimated. For example, plant and machinery, building, etc. നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക വർഷം കഴിയുന്തോറും ഏത് അസറ്റിനാണോ റിപ്പയർ ചാർജ് കൂടി വരിക അത്തരം അസറ്റുകൾക്കാണ് നമ്മൾ പൊതുവെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക. എക്സാമ്പിൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയും ബിൽഡിങ്ങും. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് the profit and loss account of depreciation and repair expenses has the same weightage throughout the useful life of the asset because depreciation decreases with an increase in repair expenses. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷനും റിപ്പയേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഡിപ്രീസിയേഷൻ ഓരോരോ കൊല്ലം കഴിയുന്തോറും കുറഞ്ഞു വരും, റിപ്പയേഴ്സിൻ്റെ ചാർജ് കൂടി വരും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് സിൻസ് ദ ബെനഫിറ്റ് ഫ്രം അസറ്റ് കീപ്പ് ഓൺ ഡിക്രീസിങ് ദ കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് അലോക്കേറ്റഡ് റേഷണലി. നമുക്കറിയാം അസറ്റിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ഓരോ കൊല്ലം കഴിയുന്തോറും കുറയും, അതായത് അസറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനഫിറ്റ് കുറയും. ആ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ റേഷണലിയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് ഫേവറബിൾ ഫോർ ദോസ് അസറ്റ്സ് വിച്ച് റിക്വയർ ഇൻക്രീസ്ഡ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഓവർ ദ ഇയർ. റിപ്പയേഴ്സ് കൂടി വരുന്ന അസറ്റുകൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷനാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. നാലാമത്തെ അഡ്വാൻറ്റേജ് ആണ് ദിസ് മെത്തേഡ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അപ്രൂവ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് നോക്കാം. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ദ വാല്യൂ ഓഫ് അസറ്റ് ക്യാൻ നെവർ ബി സീറോ ഈവൻ ദോ ഇറ്റ് ഈസ് ഡിസ്കാർഡഡ്. അസറ്റിൻ്റെ വാല്യൂ ഒരിക്കലും സീറോ ആവുന്നില്ല റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ. രണ്ടാമത്തത് ഇൻ ദിസ് മെത്തേഡ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ. നമ്മൾ ഓരോ കൊല്ലവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യണം. ബുക്ക് വാല്യൂൻ്റെ മേലാണ് കമ്പ്യൂട്ടേഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷൻ കുറച്ച് കോംപ്ലക്സ് ആണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിനെ കമ്പയർ ചെയ്തിട്ട്.
മൂന്നാമത്തത് ദർ ഈസ് നോ പ്രൊവിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ യൂസ് ഓഫ് അസെറ്റ്. അസറ്റിൻ്റെ മേലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് നമുക്ക് പ്രൊവിഷൻ ഒന്നും അവൈലബിൾ അല്ല. ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ 3 ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് നോക്കാം. നമുക്കറിയാം ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന 2 മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസെറ്റ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ മേലെയാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബുക്ക് വാല്യൂ ദാറ്റ് ഈസ് ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക ബുക്ക് വാല്യൂൻ്റെ മേലെയാണ്. അതായത് കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്ന വാല്യൂവിനാണ് ബുക്ക് വാല്യൂ എന്ന് പറയുക. ഓരോ കൊല്ലം നമ്മൾ ബുക്ക് വാല്യൂൻ്റെ മേലെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ഇയേഴ്സ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എല്ലാ കൊല്ലവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കീപ്സ് ഓൺ ഡിക്രീസിങ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ കൊല്ലം കഴിയുന്തോറും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞ് വരും. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസെറ്റ് ദ ബാലൻസ് ഇൻ ദ അസെറ്റ് അക്കൗണ്ട് വിൽ റിഡ്യൂസ് ടു 0. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നമുക്ക് കുറച്ച് അസറ്റിൻ്റെ വാല്യൂ 0യിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലോ അറ്റ് ദ എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസെറ്റ് ദ ബാലൻസ് ഇൻ ദ അസെറ്റ് അക്കൗണ്ട് വിൽ നോട്ട് റെഡ്യൂസ് ടു 0. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ഒരിക്കലും 0യിൽ എത്തിക്കാൻ വേണ്ടി പറ്റില്ല. നാലാമത്തെ ഡിഫറൻസ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ ഇൻകം ടാക്സ് ലോ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഇൻകം ടാക്സ് അപ്രൂവ്ഡ് അല്ല. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ഇൻകം ടാക്സ് ലോ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഇൻകം ടാക്സ് ലോ അപ്രൂവ്ഡ് ആണ്. ഇനി അഞ്ചാമത്തെ ഡിഫറൻസ് ആണ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസെറ്റ് വിച്ച് ഗെറ്റ് കംപ്ലീറ്റ്ലി ഡിപ്രീസിയേറ്റഡ് ഓൺ ദ അക്കൗണ്ട് ഓഫ് എക്സ്പയറി ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. പൂർണ്ണമായിട്ടും ഡിപ്രീസിയേറ്റ് ചെയ്തു പോകുന്ന അസറ്റുകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അസറ്റ് വിച്ച് റിക്വയർ മോർ ആൻഡ് മോർ റിപ്പയേഴ്സ് ഇൻ ദ ലേറ്റർ സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. കൊല്ലം കഴിയുന്തോറും റിപ്പയർ ചാർജസ് കൂടി വരുന്ന അസറ്റുകൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇനി ലാസ്റ്റത്തെ ഡിഫറൻസ് ആറാമത്തെ ഡിഫറൻസ് ആണ് സ്ട്രെയിറ്റ് ലൈൻ വാല്യൂ മെത്തേഡിൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഈസി ടു കാൽക്കുലേറ്റ്. കമ്പ്യൂട്ടേഷൻ വളരെ എളുപ്പമാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലോ ഡിഫിക്കൽട്ട് കമ്പ്യൂട്ടേഷനാണ്, കാരണം ബുക്ക് വാല്യൂൻ്റെ മേലെയാണ് കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്. ഡിഫിക്കൽട്ട് കമ്പ്യൂട്ടേഷനാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലുള്ളത്. ഇത്രയാണ് സ്ട്രെയിറ്റ് ലൈൻ വാല്യൂ മെത്തേഡിൻ്റെയും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെയും ഡിഫറൻസ് ഉള്ളത്. ഇനി നമുക്ക് കമ്പ്യൂട്ടേഷൻ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടേഷൻ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുള്ള കമ്പ്യൂട്ടേഷനാണ്. എ കമ്പനി പർച്ചേസസ് എ മെഷീനറി ഫോർ ഇറ്റ്സ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഫോർ ₹90,000 in January and as of December has recorded only 11 months of depreciation. The machinery is estimated to have a useful life of 5 years. What is the proper entry to record the year-end adjustment for depreciation assuming the straight line method is used? അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളെങ്ങനെ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക? കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അതാണ് നമുക്ക് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? കോസ്റ്റ് ഓഫ് അസെറ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അസറ്റിൻ്റെ കോസ്റ്റ് 90,000, യൂസ്ഫുൾ ലൈഫ് 5 years. അപ്പം 90,000 ഡിവൈഡഡ് ബൈ 5 years 18,000 ആണ് ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവർ
11 മാസത്തെ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളോട് 12ാമത്തെ മാസത്തെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 18,000 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് 12 മാസമാണല്ലോ ഉള്ളത്. അപ്പം 80,000 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 1500 ആണ് ഒരു മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ. അപ്പോൾ 12ാമത്തെ മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1500. അപ്പോൾ നമ്മൾ എന്താ ജേണൽ എൻട്രി പാസ് ചെയ്യുക? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്ഡേറ്റ് ടു മെഷീനറി അക്കൗണ്ട് 1500 എന്ന് എഴുതും. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലുള്ള കമ്പ്യൂട്ടേഷനാണ്. Machine was purchased for rupees 1 lakh. The estimated useful life of which is 8 years. The estimated salvage value of machine at the end of its useful life is 20,000. It was decided to charge depreciation at 10% every year on the written down value of the machine. Compute depreciation for 8 years. അപ്പം നമ്മളോട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പർച്ചേസ്ഡ് മെഷീനറീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh റുപ്പീസാണ്. യൂസ്ഫുൾ ലൈഫ് 8 years. സാൽവേജ് വാല്യൂ 20,000. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10%. അപ്പം നമുക്ക് 8 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണം. നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ബുക്ക് വാല്യൂ ഓഫ് അസറ്റിൻ്റെ മേലെയാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക. അപ്പം ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ തയ്യാറാക്കാം. ടേബിളിൽ 4 കോളാണ് ഉണ്ടാവുക. ഇയർ, കോസ്റ്റ് ഓഫ് അസറ്റ്, ഡിപ്രീസിയേഷൻ, നെറ്റ് ബുക്ക് വാല്യൂ. ആദ്യത്തെ വർഷം നമ്മൾ അസറ്റിൻ്റെ വാല്യൂ 1 lakh. 1 lakhൻ്റെ മേലെ നമ്മൾ 10% ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക. 1 lakh ഇൻറ്റു 10/100 10,000 ആണ് ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ. അപ്പം ആ വർഷം ഇയർ എൻഡിലുള്ള ബുക്ക് വാല്യൂ എത്രയായിരിക്കും? 1 lakh മൈനസ് 10,000 90,000 ആയിരിക്കും ആ വർഷം ഇയർ എൻഡിലുള്ള ബുക്ക് വാല്യൂ ഓഫ് മെഷീനറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൊല്ലം നമ്മൾ ക്ലോസിംഗ് ബുക്ക് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബുക്ക് വാല്യൂ എത്രയാണ്? 90,000. നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക ബുക്ക് വാല്യൂൻ്റെ മേലെയാണ്. അപ്പം 90,000 ഇൻറ്റു 10/100 എത്രയാണ്? 9,000 ആണ് രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ. അപ്പം നമുക്ക് രണ്ടാമത്തെ വർഷത്തെ ഇയർ എൻഡിലുള്ള ബുക്ക് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? 90,000 മൈനസ് 9,000 81,000 ആണ് രണ്ടാമത്തെ വർഷത്തെ ഇയർ എൻഡിലുള്ള ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്ത ശേഷമുള്ള ബുക്ക് വാല്യൂൻ്റെ എമൗണ്ട്. ഇനി മൂന്നാമത്തെ വർഷം ഓപ്പണിംഗ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 81,000 ആണ്. 81,000ൻ്റെ മേലെ 10% ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക 8,100. ക്ലോസിംഗ് ബുക്ക് വാല്യൂ 81,000 മൈനസ് 8,100 72,900. ഫോർത്ത് ഇയറിലെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 72,900 ആണ്. 10% ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക 7,290. അപ്പം നമ്മൾ ബുക്ക് വാല്യൂ 72,900 7,290 കുറച്ചാൽ 65,610 കിട്ടും. ഇനി അഞ്ചാമത്തെ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുക ബുക്ക് വാല്യൂൻ്റെ മേലെ 65,610 10% ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്താൽ 6,561 കിട്ടും. ആ കൊല്ലം ഇയർ എൻഡിലുള്ള ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 65,610 മൈനസ് 6,561 ഇസ് ഈക്വൽ ടു 59,049. ഇനി നമ്മൾ ആറാമത്തെ വർഷം ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണം. ആറാമത്തെ വർഷം ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന ബുക്ക് വാല്യൂൻ്റെ എമൗണ്ട് 59,049. 10% ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്താൽ 5,905 കിട്ടും. അപ്പം നമ്മളെ ഇയർ എൻഡിലുള്ള ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 53,144. ഇനി നമുക്ക് 7th ഇയറിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാം. 53,144ൻ്റെ 10% 5,314. അപ്പം നമ്മുടെ ഇയർ എൻഡിലുള്ള ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള ബുക്ക് വാല്യൂ 47,830.
ഇനി നമുക്ക് ലാസ്റ്റത്തെ ഇയർ യൂസ്ഫുൾ ലൈഫ് ലാസ്റ്റ് 8ാമത്തെ വർഷമുള്ള ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 47,830 ആൻഡ് 10% ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്താൽ 4,783 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടുക ബുക്ക് വാല്യൂ എൻഡിൽ 43,047. ഇതാണ് നമ്മുടെ 8th വർഷത്തിൻ്റെ എൻഡിലുള്ള നമ്മുടെ മെഷീനറിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫ്രം ദ ഫോളോയിങ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. പർച്ചേസ്ഡ് എ സെക്കൻഡ് ഹാൻഡ് മെഷീൻ ഫോർ ₹96,000, സ്പെൻഡ് 24,000 on its cartage, repairs and installation, estimated useful life of machinery 4 years, estimated residual value 72,000. നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ മെഷീനറിയാണ് വാങ്ങിയത്. മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ട് 96,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ കാർട്ടേജ്, റിപ്പയേഴ്സ്, ഇൻസ്റ്റാളേഷൻ ഇതിനെല്ലാം കൂടെ 24,000 അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അസറ്റിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? 96,000 പ്ലസ് 24,000 1,20,000 ആയിരിക്കും നമ്മളെ മെഷീനറീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. യൂസ്ഫുൾ ലൈഫ് 4 years ആണ്. റെസിഡ്വൽ വാല്യൂ 72,000 ആണ്. അപ്പം നമ്മൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് അസെറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. കോസ്റ്റ് ഓഫ് അസെറ്റ് 1,20,000, 96,000 പ്ലസ് 24,000 1,20,000. അതിൽ നിന്ന് 72,000 സ്ക്രാപ്പ് വാല്യൂ കുറച്ച് യൂസ്ഫുൾ ലൈഫായിട്ടുള്ള 4 years കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12,000 ആണ് നമുക്ക് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കിട്ടുക. ഇനി നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിലോ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അസെറ്റ് ഇൻറ്റു 100. എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ 12,000, കോസ്റ്റ് ഓഫ് അസെറ്റ് 1,20,000 ഇൻറ്റു 100 ചെയ്താൽ 10% ആണ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് എ കൺസേൺ പ്രിപ്പയർ the machinery account for the year ended 31st March 2080. ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ മാത്രമല്ല മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും കൂടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ ഇത്രയാണ്. ആദ്യത്തെ വിവരം 1st April 2017 പർച്ചേസ്ഡ് എ സെക്കൻഡ് ഹാൻഡ് മെഷീനറി ഫോർ 40,000. അതേ ഡേറ്റിന് ഓൺ 1st April 2070 സ്പെൻഡ് 10,000 on repairs for making it serviceable. അപ്പം നമ്മൾ അസറ്റിൻ്റെ വാല്യൂ എത്ര കമ്പ്യൂട്ട് ചെയ്യുക? 40,000 പ്ലസ് റിപ്പയേഴ്സിൻ്റെ ചാർജ് 50,000 ആണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മെഷീനറീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓൺ 13th September 2070 പർച്ചേസ്ഡ് അഡീഷണൽ ന്യൂ മെഷീനറി ഫോർ 20,000. നമ്മൾ സെപ്റ്റംബർ 30 ഒരു പുതിയ മെഷീനും കൂടെ വാങ്ങി 20,000 രൂപയ്ക്ക്. On 31st December 2070 repairs and renewal of machinery 3,000. നമുക്ക് 31st ഡിസംബറിന് ഒരു റിപ്പയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുള്ളൂ. അത് നമുക്ക് ഈ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അസറ്റ് വാങ്ങിയത് 13th സെപ്റ്റംബറിലും ഈ കോസ്റ്റ് ഇൻകർ ചെയ്ത് 31st ഡിസംബറിനുമാണ്. അതുകൊണ്ട് ഈ ഒരു റിപ്പയേഴ്സിൻ്റെ വാല്യൂ നമുക്ക് രണ്ടാമത് വാങ്ങിയ അസറ്റിൻ്റെ മേലെ കാണിക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് ലാസ്റ്റ് തന്നിട്ടുള്ള ഇൻഫർമേഷൻ 31st March 2080 ഡിപ്രീസിയേറ്റ് ദ മെഷീനറി അറ്റ് 10% per annum. 10% നമ്മളോട് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ട്രാൻസാക്ഷൻസിനെ മെഷീനറി അക്കൗണ്ടിലേക്ക് മാറ്റാം. മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2017 April 1st നമ്മുടെ ആദ്യത്തെ പർച്ചേസ് ബൈ ബാങ്ക് 50,000, 40,000 പ്ലസ് 10,000 50,000. പിന്നെ സെപ്റ്റംബർ 30th നമ്മൾ രണ്ടാമത് വാങ്ങിയ അസറ്റിൻ്റെ വാല്യൂ ബൈ ബാങ്ക് 20,000. ഇനി നമുക്ക് മാർച്ച് 31st ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മൾ വാങ്ങിയ അസറ്റിൻ്റെ മേലെ 50,000 അസറ്റിൻ്റെ മേലെ 10% ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്താൽ എത്ര കിട്ടുക? 50,000 ഇൻറ്റു 10/100 5,000 ആണ് ആദ്യത്തെ അസറ്റിൻ്റെ മേലുള്ള ഡിപ്രീസിയേഷൻ. രണ്ടാമത്തെ അസറ്റിൻ്റെ മേലെയോ
20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. എന്തുകൊണ്ട് നമ്മൾ 6/12 കമ്പ്യൂട്ട് ചെയ്യാൻ കാരണം? രണ്ടാമത്തെ അസറ്റ് നമ്മൾ വാങ്ങിയത് സെപ്റ്റംബറിലാണ്. നമ്മൾ സെപ്റ്റംബർ തൊട്ടിട്ട് മാർച്ച് വരെ എത്ര മാസം ഉപയോഗിക്കുന്നുണ്ട്? സെപ്റ്റംബർ 13th ആണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 ചെയ്തത്. അപ്പം രണ്ടാമത്തെ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 1000. അപ്പോൾ ആദ്യത്തെ അസറ്റിൻ്റെ 5,000ഉം രണ്ടാമത്തെ അസറ്റിൻ്റെ 1,000ഉം ടോട്ടൽ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ 6,000. അപ്പം നമ്മുടെ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയായിരിക്കും? ആദ്യത്തെ അസറ്റിൻ്റെ 50,000 എന്ന 5,000 കുറച്ച് 45,000ഉം രണ്ടാമത്തെ അസറ്റിൻ്റെ 20,000 എന്ന 1,000 കുറച്ച് 19,000ഉം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ ക്ലോസിംഗ് വാല്യൂ എന്ന് പറയുന്നത് 64,000. എന്നിട്ട് രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് എഴുതാം. ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. എന്താ ഒരു നോട്ട് കൊടുത്തിട്ടുള്ളത്? റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ മെയ്ഡ് ഓൺ December 31st, 2070 will not be recorded in the machinery account because this repairs was made after putting the machinery into use. നമ്മൾ രണ്ടാമത് വാങ്ങിയ മെഷീനറി നമ്മൾ ഉപയോഗിക്കുന്നത് സെപ്റ്റംബർ 13നും അതിൻ്റെ റിപ്പയർ വന്നിട്ടുള്ളത് ഡിസംബർ 13നും ആണ്. അതുകൊണ്ട് ആ വാല്യൂ കാണിക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റീസൺ കൊണ്ടാണ് രണ്ടാമത്തെ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ നമ്മൾ മെഷീനറി അക്കൗണ്ടിൽ കാണിക്കാതിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിപ്രീസിയേഷനിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും സ്ട്രെയിറ്റ് ലൈൻ വാല്യൂ മെത്തേഡിലും ഡിപ്രീസിയേഷൻ്റെ കമ്പ്യൂട്ടേഷനാണ് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ഓൾറെഡി 2 പ്രോബ്ലംസും അഡീഷണലായിട്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് 2-3 ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിർബന്ധമായിട്ട് ചെയ്ത് നോക്കുക. മെഷീനറി അക്കൗണ്ടിൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുക എന്നുള്ളത് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിപ്രീസിയേഷനിൽ പഠിക്കാനുള്ളത്.